ചരിത്രവും മറ്റും നമ്മെ കാണിക്കുന്നതേ നാം കാണുകയുള്ളൂ. നമ്മെ കാണിക്കുന്നത് എന്താണ്? നാം പഠിക്കുന്ന ചരിത്രം. ഇതൊക്കെ പല താല്പര്യങ്ങൾ കൊണ്ടും പല രാഷ്ട്രീയ താല്പര്യങ്ങൾ കൊണ്ടും പരിമിതമായിട്ടുള്ള സംഭവങ്ങളെ നാം കാണുന്നുള്ളൂ. ഇത്തരം ഇന്ത്യയുടെ ചരിത്രം തന്നെ നാം പൂർണ്ണമായും ഉൾക്കൊള്ളുന്നില്ല. ഏറ്റവും പ്രസക്തമായ ഭാഗങ്ങൾ നാം വിട്ടുകളയുകയാണ്. അത്തരമൊരു വിഷയമാണ് ഇന്നെനിക്ക് പറയാനുള്ളത്. ഇന്ത്യൻ ദേശീയ സേനയെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പറയും. ഒരു കാലഘട്ടത്ത് കുറേ മനുഷ്യർ, ദേശീയ സ്നേഹമുള്ളവർ കെട്ടിപ്പടുത്തൊരു സൈന്യമായിരുന്നു അത്. ആ പട്ടാളത്തിൻ്റെ തലവൻ സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. അദ്ദേഹമാണ് അതിൻ്റെ പിന്നിൽ പ്രയത്നിച്ച് അടിമത്തത്തിൽ ജീവിച്ചിരുന്ന ഒരു ജനതയെ എതിർക്കാൻ, പോരാടാൻ പ്രേരിപ്പിച്ച മഹാവ്യക്തി. അദ്ദേഹത്തെക്കുറിച്ചുമാണ് എനിക്ക് പറയാനുള്ളത്. സുഭാഷ് ചന്ദ്രബോസ് പ്രതിഭാശാലിയായ, വീക്ഷണശാലിയായ ഒരു വ്യക്തിയായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ 10-20 വയസ്സിനുള്ളിൽ അദ്ദേഹം കൽക്കത്തയിൽ പ്രസിദ്ധനായി. അവിടെയുള്ള ബ്രിട്ടീഷുകാരുടെ കലാലയത്തിൽ കലാപങ്ങൾ അദ്ദേഹം സൃഷ്ടിച്ചു. അവിടെയുള്ള ബ്രിട്ടീഷ് അധ്യാപകർ വിദ്യാർത്ഥികളെ അപമാനിക്കുകയും ഭത്സിക്കുകയും ചെയ്യുന്നത് അദ്ദേഹം തടഞ്ഞു. അദ്ദേഹം അവർക്കെതിരെ വിദ്യാർത്ഥികളുടെ സമരങ്ങൾ അഴിച്ചുവിട്ടു. അതിൻ്റെ ഫലമായി ആ അധ്യാപകന്മാരെ കൊണ്ട് കുട്ടികളോ കുട്ടികളോട് മാപ്പ് പറയിച്ചു. അതൊക്കെ കൽക്കത്തയിൽ അന്ന് വളരെ വലിയ സംഭവമായിരുന്നു. സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള സമയമാണ്. ബ്രിട്ടീഷുകാർ നമ്മെ ഭരിക്കുന്ന ആ സമയത്ത് അവർ നമ്മെ എത്രത്തോളം അപമാനിച്ചു എന്നുള്ളതിന് കണക്കില്ല. പത്ത്-20 വയസ്സിനുള്ളിൽ ബോസ് കൽക്കത്തയിൽ ഈ സമരങ്ങളുടെ ഫലമായിട്ട് പ്രസിദ്ധനായിരുന്നു. അങ്ങനെ അദ്ദേഹം മഹാത്മാഗാന്ധിയുടെ കോൺഗ്രസ്സിൽ ചേരുകയും ദേശീയ സമരത്തിൻ്റെ ഭാഗമാകുകയും ചെയ്തു. പക്ഷെ പെട്ടെന്ന് തന്നെ സംഭവം അദ്ദേഹത്തിന് മനസ്സിലായി. ഗാന്ധിജിയുടെ അഹിംസ വാദത്തിലുറച്ച സമരത്തിന് അദ്ദേഹം അനുകൂല മനസ്കനായിരുന്നില്ല. മാത്രമല്ല, കോൺഗ്രസ്സിൽ നിൽക്കുന്നിടത്തോളം കാലം അതിൽ നിന്ന് വ്യതിചലിക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം മനസ്സിലാക്കി. അത്തരമൊരു സമരത്തിന് ബോസ് മാനസികമായി അനുകൂലമായിരുന്നില്ല, തയ്യാറായിരുന്നില്ല. ചുരുങ്ങിയ കാലം കൊണ്ട് അദ്ദേഹം കോൺഗ്രസിൻ്റെ
പ്രസിഡന്റ് പദവിയിലെത്തുകയും പിന്നീട് ഗാന്ധിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ അദ്ദേഹം അത് രാജിവെക്കുകയും ചെയ്തു. അപ്പോഴേക്കും സമരം ദേശീയ സമരം അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തിയിരുന്നു. ആ അവസ്ഥയിൽ അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം റഷ്യയിലേക്ക് കടന്നു കളയുകയാണ്. റഷ്യയിൽ വെച്ച് സ്റ്റാലിനെ കണ്ടു. പിന്നീട് റഷ്യയിൽ നിന്ന് ജർമ്മനിയിലേക്ക് പോയി. ജർമ്മനിയിൽ വെച്ച് അദ്ദേഹം ഹിറ്റ്ലറുമായി സംവദിച്ചു. പിന്നീട് അദ്ദേഹം ജപ്പാനിലെത്തി. ഇതിലൊക്കെ വളരെ ലളിതമായ ഒരു തത്വചിന്തയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ശത്രുവിൻ്റെ ശത്രു മിത്രം. ഇത് സാധാരണ മനുഷ്യരുടെ തത്വശാസ്ത്രമാണ്. ഇതിൽ അഹിംസയുടെയോ സത്യസന്ധതയുടെയോ ഒന്നും പ്രശ്നമില്ല. സത്യാന്വേഷണങ്ങളൊന്നും നടത്താൻ അദ്ദേഹം തയ്യാറായില്ല. പക്ഷേ അദ്ദേഹം ഭീഷണശാലിയായിരുന്നു. ഗാന്ധിയെ ഒക്കെ അപേക്ഷിച്ച് വളരെ ബുദ്ധിമാനും കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കുവാനും ജനങ്ങളെ, സാധാരണക്കാരെ സംസാരിച്ച് ഉത്ബുദ്ധരാക്കാനും അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ യാത്രകളിലെയൊക്കെ ഫലമായി അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കി. അവരാരും ഇന്ത്യക്കാരെ സഹായിക്കാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ ജാപ്പാനിൽ അദ്ദേഹത്തിനൊരു സാധ്യത കണ്ടുകിട്ടി. അവിടെ കുറച്ച് ഇന്ത്യൻ പട്ടാളത്തിലെ ഇന്ത്യക്കാർ, ബ്രിട്ടീഷ് പട്ടാളത്തിലെ ഇന്ത്യക്കാർ തടവിലാക്കപ്പെട്ടിരുന്നു. അവരെ സ്വാധീനിച്ച് അവരോട് സംസാരിച്ച് അദ്ദേഹം അവരുടെ നേതൃത്വം ഏറ്റെടുത്തു. അതാണ് ഇന്ത്യൻ ദേശീയ സൈന്യം ആയി പിന്നീട് രൂപാന്തരപ്പെട്ടത്. അദ്ദേഹം അവർക്ക് പരിശീലനം നൽകുകയും അവരെ ദേശീയത ഉൾക്കൊള്ളുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. അതൊരു എളുപ്പമായിട്ടുള്ള കാര്യമല്ലായിരുന്നു. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് രാജ്യത്തിൻ്റെ കീഴിൽ ജോലിയെടുത്ത പട്ടാളക്കാരായിരുന്നു അവർ. ആ ശക്തിയെ എതിർക്കാൻ, വെല്ലുവിളിക്കാനുള്ള മാനസികമായ തയ്യാറെടുപ്പ് എളുപ്പത്തിൽ സാധ്യമായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി അങ്ങനെ സംഭവിച്ചു. അവർ ഐക്യപ്പെട്ടു. ബ്രിട്ടീഷുകാരെ എതിർക്കാൻ തുനിഞ്ഞിറങ്ങി. അങ്ങനെ ജപ്പാൻ സൈന്യത്തിൻ്റെ സഹായത്തോടെ അവർ ബർമയിലേക്കും പിന്നീട് കോഹിമയിലേക്കും എത്തി ബ്രിട്ടീഷുകാരെ സൈനികമായി നേരിട്ടു. ഇവിടെയാണ് നമ്മുടെ ദൗർഭാഗ്യം സംഭവിച്ചത്. ആ ഏറ്റുമുട്ടലിൽ അദ്ദേഹം ബ്രിട്ടീഷുകാരോട് പരാജയപ്പെട്ടു. അതേ സന്ദർഭത്തിലാണ് ഏതോ തരത്തിൽ ഒരു വിമാന അപകടത്തിൽ അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ള വാർത്ത എത്തിച്ചേർന്നത്. ഇതിൻ്റെ ഫലമായി ഇന്ത്യൻ നാഷണൽ ആർമി പിന്നോട്ടടിക്കുകയും അവരെ ബ്രിട്ടീഷുകാർ വേട്ടയാടുകയും അവരുടെ
ഉദ്ദേശം സഫലമാകാതിരിക്കുകയും ചെയ്തു. പക്ഷേ ഇതിൽ എന്താണ് ചരിത്രപരമായി നാം മനസ്സിലാക്കേണ്ടത്? ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ക്ലെമന്റ് അറ്റ്ലി, ആ കാലഘട്ടത്തിലെ പ്രധാനമന്ത്രിയായിരുന്ന ക്ലെമന്റ് അറ്റ്ലി ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി, ഇന്ത്യയിൽ നിന്ന് ഞങ്ങൾ പിൻവാങ്ങാൻ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ കാരണമായ വ്യക്തി സുഭാഷ് ചന്ദ്രബോസാണ്. അദ്ദേഹം പറഞ്ഞ ഇന്ത്യൻ സൈന്യത്തിൽ 250 ലക്ഷത്തോളം ഇന്ത്യക്കാരുണ്ടായിരുന്നു. 2.5 ലക്ഷത്തോളം ഇന്ത്യക്കാരുണ്ടായിരുന്നു. അതിലെ ബ്രിട്ടീഷ് പട്ടാളക്കാർ 40,000 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മഹാഭൂരിപക്ഷം വരുന്ന ഈ ഇന്ത്യൻ സിപ്പായികളെ നിയന്ത്രിച്ച് നിർത്തിയിരുന്നത് മാനസികമായിട്ടുള്ള ആ താൻപോരിമ കൊണ്ടായിരുന്നു. ആ താൻപോരിമയെ തകർത്തു കളഞ്ഞത് ബോസാണ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ പോരാട്ടത്തിൻ്റെ ഫലമായി ആ ബ്രിട്ടീഷ് ആർമിയിലുള്ള ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാരോട് കലാപത്തിന് തയ്യാറായി. ബ്രിട്ടീഷിന് തങ്ങളുടെ സ്വന്തം സൈന്യത്തിന് മുകളിലുള്ള നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി ഇനി ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന്. അങ്ങനെ രാഷ്ട്രീയമായിട്ടുള്ള തീരുമാനത്തിൻ്റെ ഫലമായിട്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയത്. അല്ലാതെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെയും കോൺഗ്രസിൻ്റെ ഗാന്ധിയുടെ ശ്രമഫലമായിട്ടല്ല ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യം നൽകപ്പെട്ടത്. അതൊരു കാരണമായേക്കാം. പക്ഷെ പ്രധാനപ്പെട്ട കാരണം സുഭാഷ് ചന്ദ്രബോസായിരുന്നു. ഈ ചരിത്ര സംഭവം മൂടിവെക്കുക എന്നുള്ളത് ബ്രിട്ടീഷുകാർക്കും കോൺഗ്രസിനും ആവശ്യമായിരുന്നു. അത് കാരണമാണ് ചരിത്രത്തിൽ നിന്ന് അവർ ബോസിനെ തമസ്കരിച്ചത്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ, സ്കൂളുകളിൽ ഒന്നും ഈ ചരിത്രം പഠിപ്പിക്കപ്പെടുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ബോസായിരുന്നു നമ്മുടെ ദേശീയ നേതാവ്.